ഈ 139 സങ്കീർത്തനെ അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വേദഭാഗം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. പ്രൈസ് ദി ലോർഡ്. യഹോവേ, നീ അറിയാതെ, യഹോവ നീ മുഴുവനും അറിയാതെ, അങ്ങനെ കേട്ടോ, മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. സ്തോത്രം. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ നിങ്ങൾ ചിന്തിച്ച് കാണുമ്പോൾ, എന്താ ഈ ചങ്ങാതി ദൈവത്തെ നീ എന്നാണോ വിളിച്ചേ? യഹോവേ നീ എന്നാണ് ഞാൻ പറഞ്ഞല്ലേ. ആ സങ്കീർത്തനം തുടങ്ങുന്നത് യഹോവേ നീ എന്നെ ശോധന ചെയ്തു. 7-ാമത്തെ വാക്യം നിൻ്റെ ആത്മാവിനെ, കണ്ടോ, നിൻ്റെ എന്നൊക്കെ എഴുതിയേക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഈ പാസ്റ്റർക്ക് ദൈവത്തെ ഒരു ബഹുമാനവും ഇല്ല. ദൈവത്തെ ഒരു ബഹുമാനവും ഇല്ലാതെ ഈ പാസ്റ്റർ വിളിക്കുന്നേ. നിൻ്റെ, നീ, അവൻ, അവൻ്റെ, ആ വാക്കൊക്കെ നമ്മൾ കോമൺ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുന്നതല്ലേ. അത് ദൈവത്തിന് വേണോ? അങ്ങനെയൊക്കെ വിളിക്കണോ? ഒന്ന് പക്ഷേ നിങ്ങൾ ചിന്തിച്ചത് വരാം. സ്തോത്രം. ഞാൻ ബൈബിളിലുള്ളതാണ് വായിച്ചത് കേട്ടോ. സ്തോത്രം. ഈ മലയാളം ഭാഷയുടെ ഉൽപ്പത്തി, ഭാഷയുടെ ലിപി, ഭാഷയുടെ വ്യാകരണങ്ങൾ, ഇതൊക്കെ ഈ അടുത്ത കാലത്തുണ്ടായ സംവിധാനങ്ങളാണ് അല്ലേ. മലയാളം നമുക്ക് പണ്ട് ഉണ്ടായിരുന്ന മലയാളം എങ്ങനെയായിരുന്നു? സംസ്കൃതവും തമിഴ് കലർന്ന മലയാളമായിരുന്നു. പിന്നെ നമുക്ക് മലയാളം നേരെ ചൊവ്വയായിട്ട് അധികം വർഷമൊന്നും ആയിട്ടില്ല, കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ. ബൈബിൾ എഴുതിയിട്ട് എത്രയോ വർഷങ്ങളായി. ബൈബിൾ എത്ര വർഷങ്ങളായി എഴുതിയിട്ട്? മലയാളം അത്ര വർഷമായോ? ഉണ്ടായിട്ട് അത്ര ആയിട്ടില്ല. മലയാളത്തിൻ്റെ ഭാഷാ ചരിത്രത്തെ നിങ്ങളൊന്ന് യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റ് എൻസൈക്ലോപ്പീഡിയൊക്കെ അകത്ത് കയറി ഒന്ന് നോക്കിയാൽ, ഗൂഗിളിലൊക്കെ അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നല്ല വിവരങ്ങൾ കിട്ടും. സ്തോത്രം. അപ്പം ഭാഷ 16 രീതിയിലും അല്ലേ, കേരളത്തിൽ തന്നെ 16 രീതിയിലാണ് കേരളത്തിൽ മലയാള ആളുകൾ കൈകാര്യം ചെയ്യുന്നത്. 16 രീതിയിലാണ്, 16 ഭാഷ മലയാളം തന്നെ. തിരുവനന്തപുരംകാർ പറയുന്നവരാണോ കോട്ടയംകാർ പറയുന്നത്, അതുപോലെയാണോ കൊല്ലംകാർ പറയുന്നത്, അതുപോലെയാണോ പെരുമ്പാവൂരുകാർ പറയുന്നത്, അതുപോലെയാണോ തൃശ്ശൂരുകാർ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഭാഷ. ഉദാഹരണത്തിന് തൂമ്പ ഇല്ലേ, തൂമ്പ അറിയാമല്ലോ. അത് ചില സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അതിന് പറയുന്ന പേര് പടന്നെന്നാണ്. ചിലടത്ത് കൈക്കോട്ട്, ചിലടത്ത് പറയുന്നത് കൂന്താലി, ചിലടത്ത് പറയുന്നത് മമ്മട്ടി, ചിലടത്ത് പറയുന്നത് മൺവെട്ടി അല്ലേ. നമ്മളിപ്പോൾ ഒരു റോഡ് സൈഡിൽ പെട്ടെന്ന് വണ്ടി കാനയിലോട്ട് ഇറങ്ങി തൊട്ടടുത്ത വീട്ടിൽ നിന്ന്, ചേച്ചി മമ്മട്ടിയാണോ ചേച്ചി എന്ന് ചോദിക്കും. അല്ല, അങ്ങനെ ചിലത് അങ്ങനെ ചോദിക്കുന്നത്. അപ്പം ആശയം ഒന്നാണെങ്കിലും അല്ലെങ്കിൽ സാധനം ഒന്നാണെങ്കിലും ഉപയോഗിക്കുന്ന വാക്കുകൾ പല വിധത്തിലാണ്. അതുപോലെ കപ്പ, മരച്ചീനി, പൂള, ചിലടത്ത് പറയുന്നത് കൊള്ളി എന്നൊക്കെ പറയുന്നുണ്ട്. സാധനമെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പം ദൈവത്തിന് കൊടുക്കുന്ന ബഹുമാന വാക്കുകൾ ബൈബിളിൽ നിന്നാണ് നമുക്ക് ലഭിച്ചത്. അത് ആ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് എൻ്റെ ബോധ്യം. സ്തോത്രം. അപ്പം നിങ്ങൾ പറയും, അപ്പനെ നീ, അമ്മയെ ഇവൾ എന്നൊക്കെ അഭിസംബോധന ചെയ്യുമോ എന്ന് നിങ്ങൾ ചോദിക്കുക. സാധ്യത കൂടുതലാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് കാര്യം പറയാം, കുടുംബത്തിലെ ബഹുമാന വാക്കുകൾ നമുക്ക് ലഭിച്ചത് സൊസൈറ്റിയുമായി ഇടകലർന്ന് ജീവിച്ചപ്പോഴാണ്. കൂടുതലും അധ്യാപകരിൽ നിന്നാണ് നമ്മൾ ഇതൊക്കെ പഠിച്ചത് അല്ലേ. അവരെ അങ്ങനെ വിളിക്കരുത്, ഇവരെ ഇങ്ങനെ വിളിക്കരുത്. കുടുംബപരമായി ചിന്തിക്കുമ്പോൾ ആ പ്രയോഗവും തെറ്റുള്ളതല്ല. പക്ഷെ ഇത് രണ്ടും ഒരുപോലെയല്ല, ഇത് വിഭിന്നമാണ്. സ്തോത്രം. എൻ്റെ പ്രിയരെ, യേശുക്രിസ്തുവിനെ അല്ലെങ്കിൽ ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കർത്താവേ അങ്ങ് അവിടുന്ന് എന്നൊക്കെ പറയുന്നത് നല്ല തന്നെയാണ്, അത് തെറ്റൊന്നുമില്ല കേട്ടോ. പക്ഷേ നമ്മളങ്ങനെ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ദൈവമേ നീ എന്നോട് കരുണ കാണിക്കണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വ്യാകരണവും നമ്മുടെ ഗ്രാമറും നോക്കിയാണ് കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നതെങ്കിൽ, ഞാനൊക്കെ പെന്തക്കോസ്ത് ജനിച്ചതാണ്, എനിക്കിപ്പോൾ വയസ്സ് 43 ഈ 43 വർഷവും ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ പ്രാർത്ഥന തുടങ്ങിയ സമയം മുതൽ എന്ന് പറഞ്ഞാൽ ഒരു 4 വയസ്സൊക്കെ ആയപ്പോൾ പ്രാർത്ഥന തുടങ്ങി കാണുമല്ലോ, എനിക്ക് ഓർമ്മയില്ല. ആ സമയം മുതൽ
പ്രാർത്ഥിക്കുന്ന ആളുകളാണ് നമ്മളല്ലേ. പക്ഷേ നമ്മളകത്ത് പ്രാർത്ഥിച്ച് മുഴുവൻ അസാധുവായി പോയോ എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാകാം. സ്തോത്രം. പറയുന്നതിൽ ഗ്രാമർ ഉപയോഗിച്ചാണ് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എങ്കിൽ പ്രിയരെ, കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുമോ എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടാകാം സാധ്യത കൂടുതൽ. സ്തോത്രം. ചില ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്, യേശു അപ്പച്ച എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. തെറ്റൊന്നുമില്ല കേട്ടോ, പ്രാർത്ഥിച്ചോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനിവിടെ ഒരു ആശയം പറയാൻ വേണ്ടിയാണ് അത് കൊണ്ടുവന്നത്. യേശു അപ്പച്ച എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ അപ്പച്ച എന്ന വാക്ക് നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? അപ്പൻ്റെ അപ്പനെ, അതായത് വല്യപ്പനെ അല്ലേ പിള്ളേർ അപ്പച്ച എന്ന് വിളിക്കുന്നത്. കുറച്ചുകൂടെ പ്രായമായാലോ അപ്പൂപ്പ എന്ന് വിളിക്കും അല്ലേ. അപ്പൂപ്പൻ, അപ്പൂപ്പൻ, അപ്പച്ചൻ, അപ്പൻ, അവിടെ വരെയുള്ളൂ. അപ്പം നിങ്ങൾ യേശു അപ്പച്ച എന്ന് വിളിക്കുമ്പം വല്യപ്പനായിട്ടുള്ളൂ. ഇനിയും കിടക്കുക പുറകെ സംഭവങ്ങൾ. അപ്പം നിങ്ങൾ അപ്പൂപ്പ എന്ന് വിളിക്കുക, അപ്പൂപ്പൂപ്പൂപ്പൂപ്പൂപ്പ എന്ന് വിളിക്കേണ്ടി വരും. കാരണം കർത്താവ് എത്രയോ കാലം, അതായത് 2000 വർഷം പുറകോട്ട് പോകണ്ടേ. സ്തോത്രം. ഒരപ്പൂപ്പന് 150 വർഷത്തെ ഗ്യാരണ്ടിയേ ഉള്ളൂ. അതിനകത്ത് അപ്പൂപ്പനായത് അല്ലേ. ഒരപ്പച്ചനായത് 100 വർഷത്തിനകത്താ. ഒരപ്പനായത് ഇപ്പോഴത്തെ കണക്കിന് പറഞ്ഞാൽ 25 വയസ്സ് മതി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെ, നമ്മൾ സംബോധന ചെയ്യുന്ന വാക്കുകൾ, നമ്മൾ സംബോധന ചെയ്യുന്ന കാര്യങ്ങൾ, അതിൻ്റെ അർത്ഥം, ഉദ്ദേശം, ബഹുമാനം, ഭക്തി, ദൈവഭയം, വിധേയത്വം മുഴുവനും ഉപയോഗിച്ചുകൊണ്ടാണ് നാം ആ വാക്ക് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് തെറ്റില്ല അല്ലേ. സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ച വാക്യം, നീ യഹോവേ നീ മുഴുവനും അറിയാതെ, ഞാനീ പറഞ്ഞ മുഴുവനും ചേർന്നാണ് നമ്മളത് വിളിക്കുന്നത്, ആ വാക്ക് ഉപയോഗിക്കുന്നത്. സ്തോത്രം. ഇനി വേറൊരു കാര്യം പറയാം. തമിഴ്നാട്ടിൽ സ്വാമിയെ ശരണം എന്ന് പറഞ്ഞാൽ തെറ്റില്ലാത്തൊരു വാക്കാണ്. നമ്മുടെ കൺവെൻഷന് നമുക്ക് കരങ്ങൾ ഉയർത്തി 3 പ്രാവശ്യം സ്വാമിയെ ശരണം എന്ന് പറയാം എന്ന് പറഞ്ഞാൽ കസേരയിൽ ഒറ്റയോളം കാണുമോ? സ്വാമിയെ ശരണം എന്ന് തമിഴ്നാട്ടിൽ പറയുന്നത് എസപ്പാ സ്വാമി അയ്യോ നീരേൻ ശരണം എന്ന് പറയുന്നത്, സ്വാമിയെ ശരണം എന്ന് പറയുന്നത് അവിടെ തെറ്റല്ല. അവരവർ ദൈവമേ നീയാണ്, നിന്നിലാണ് എൻ്റെ ആശ്രയം, അതാണ് അവർ തമിഴിൽ പറഞ്ഞത്. നമ്മൾ മലയാളത്തിൽ പറയുമ്പോഴത്തേക്ക് നമ്മൾ നേരെ പത്തനംതിട്ടയ്ക്ക് പോകണം നിൽക്കേണ്ടത്. പോകാൻ നിൽക്കുന്നവരാന്ന് ചിന്തിച്ചു പോകും. കാരണം ഭാഷയിലുണ്ടായ വ്യത്യാസമാണ്. സ്തോത്രം. എൻ്റെ പ്രിയരെ, ഈ മലയാളം ഭാഷയിലേക്ക് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത 3 പേര് ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ക്ലാസ് സൂചിപ്പിച്ചിരുന്നു. മോസസ് ഇസാർപതി, വൈദ്യനാഥ് അയ്യർ, ചാത്തുമേനോൻ, ഇവരൊക്കെയാണ് നമുക്ക് ഈ ബൈബിള് ഈ പരുവത്തിലാക്കി തന്നത്, ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നത് കേട്ടോ. അവർ ഭാഷാ പണ്ഡിതന്മാരായിരുന്നു. രക്ഷിക്കപ്പെട്ടവരല്ലെങ്കിലും പിൽക്കാലത്ത് ഒരാൾ രക്ഷിക്കപ്പെട്ടു, ദൈവത്തെ അറിയാനിടയായി എന്നൊക്കെ നമുക്ക് ചരിത്രം പറയുന്നുണ്ടെങ്കിലും അവരാണിത് വിവർത്തനം ചെയ്തു തന്നത് അല്ലേ. അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സ്തോത്രം. ഇനി അങ്ങ് അവിടെ നിന്നൊക്കെ ഉപയോഗിക്കുന്ന നല്ല കാര്യം തന്നെയാണ്, അത് തെറ്റൊന്നുമില്ല. ഈ അങ്ങും അവിടെ നിന്നൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്നറിയാം. നമുക്ക് പണ്ടിവിടെ നാട്ടുരാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു, നാടുവാഴികൾ ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം അല്ലേ. അന്ന് നമുക്ക് പരിചയപ്പെടുത്താൻ അടിയാൻ എന്ന് പറയണമായിരുന്നു. ഇനി ഭരിക്കുന്ന ആളെ വിളിക്കേണ്ടത് എന്താ? അവിടുന്ന്, അങ്ങ്, തിരുമേനി, തമ്പ്രാൻ, തമ്പുരാനെ, ഏമാനെ, യജമാനനെ എന്നൊക്കെ ആ വാക്കൊക്കെ ഉപയോഗിക്കുന്ന എവിടെ നിന്നായിരുന്നു അറിയോ? നമ്മുടെ പഴയ അടിമ ആ സമ്പ്രദായത്തിൽ നിന്നാണ് വന്നത്. സ്തോത്രം. നാടുവാഴികളെ പണ്ട് വിളിച്ചുകൊണ്ടിരുന്ന. സ്തോത്രം. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നാം ജീവിച്ചിരിക്കുമ്പോഴാണ് ഈ വിശുദ്ധ വേദപുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം മറക്കരുത്. സ്തോത്രം. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ. സ്തോത്രം. ആ വാക്കൊക്കെ നാടുവാഴിയുടെ മുമ്പിൽ നമ്മൾ വിധേയത്വത്തോടെ സംസാരിക്കുന്ന വാക്കുകളാണ് അല്ലേ. സ്തോത്രം. എന്ന് പറഞ്ഞതുപോലെ തന്നെ വിശുദ്ധ സത്യവേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ അതേ ബഹുമാനത്തോടു കൂടി തന്നെയാണ്. നമുക്കറിയാം, ദൈവമേ എന്ന് മുമ്പിൽ പറഞ്ഞിട്ടാണ് നീ എന്ന് പറയുന്നത്. സെയിം ഈക്വാലിറ്റി ഓഫ് എന്താ പറയുക, ബഹുമാനമാണ് ആ വാക്കിന് നമ്മൾ കൊടുക്കുന്നത് ദൈവത്തിന്. അല്ലാണ്ട് ദൈവമേ ഒരു അഹങ്കാരത്തിൻ്റെ വാക്കായിട്ട് നിങ്ങൾ ചിത്രീകരിക്കരുത്.
ചിന്തിക്കരുത്. സ്തോത്രം. അതേ ബഹുമാനത്തോടു കൂടിയാണ് ദൈവമേ, കർത്താവേ, നീ എന്നും പറഞ്ഞു കൊടുക്കുന്നത്. പിതാവേ നീ എന്ന് പറഞ്ഞ് ആരും പറയാറില്ല, ആരും ആ വാക്ക് ഉപയോഗിക്കാറ്. പിതാവേ എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതെ എന്ത് ചെയ്യും, കുറച്ചുകൂടെ നമ്മൾ അതിൻ്റെ ആ ബഹുമാനത്തിൻ്റെ ആഴത്തിലേക്ക് പോയി സംസാരിക്കാറുണ്ട്. സ്തോത്രം. എൻ്റെ പ്രിയരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അർത്ഥം, ഉദ്ദേശം, ബഹുമാനം, ഭക്തി, ദൈവഭയം, വിധേയത്വം, ഇത് മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ടാണ് നിങ്ങൾ ആ വാക്ക് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു തെറ്റുമില്ല. അത് പണ്ട് തൊട്ടേ ആൾക്കാർ പറഞ്ഞു കേൾക്കാത്തതുകൊണ്ടാണ്, സെൻട്രൽ പാസ്റ്റർമാർ പറയാത്തതുകൊണ്ടാണ്, പ്രസിഡന്റ് പറയാത്തതുകൊണ്ടാണ്, പെന്തക്കോസ്തുകാർ പറയാത്തതുകൊണ്ട്, ഇതൊന്നും പറയേണ്ട കാര്യമില്ല. ഇതെല്ലാം ബൈബിൾ നമുക്ക് ബൈബിൾ സൊസൈറ്റി ആണല്ലോ ഈ അടിച്ചു തന്നത്. ബൈബിള് അവരാണല്ലോ മുൻകൈ എടുത്ത് ഇറക്കിയത്. അന്ന് മുതൽ എല്ലാ പെന്തക്കോസ്ത് വിഭാഗങ്ങളും ഒട്ടുമിക്ക ക്രൈസ്തവ വിഭാഗങ്ങളും ഉപയോഗിക്കുന്നത് സെയിം ബൈബിൾ തന്നെയാണ്. അതിനകത്തുള്ള വാക്യമാണിത്. അതിനകത്ത് ദാവീദ് എഴുതി വച്ചിരിക്കുന്ന വാക്യം, ദാവീദ് പറഞ്ഞിരിക്കുന്ന അങ്ങനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചേക്കുക. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. കേട്ടോ, നീ എന്നെ, നിന്റെ ആത്മാവിനെ ഒളിച്ച്, കണ്ടോ, സ്തോത്രം. ഭക്തിയോടെയാണ് കേട്ടോ വാക്യം, അല്ലാതെ അഹങ്കാരത്തോടുള്ള വാക്യമല്ല, ദൈവത്തെ കളിയാക്കിക്കൊണ്ടുള്ള വാക്യമല്ല, ബഹുമാനം ഒട്ടും കുറച്ചുകൊണ്ടുള്ള വാക്യമല്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബൈബിൾ നിങ്ങൾക്ക് എങ്ങനെ എഴുതി കിട്ടിയോ, ഏത് പരുവത്തിൽ നിങ്ങളുടെ കയ്യിലുണ്ടോ ആ രീതിയിൽ നിങ്ങൾക്ക് ദൈവത്തോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കാം. അതിന് ദൈവം നിങ്ങളുടെ ചെവിക്കൊന്നും പിടിക്കുകയില്ല കേട്ടോ, എന്നാണ് എൻ്റെ വിശ്വാസം, എൻ്റെ ബോധ്യം അങ്ങനെയാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്കിത് മുഴുവൻ എന്ത് ചെയ്യാം, ഈ നീയും നിൻ്റെ എന്നുള്ളതല്ല അങ്ങനെ എഴുതി നമുക്കൊരു ബൈബിൾ ഇറക്കേണ്ടി വരും. അത് ബൈബിൾ സൊസൈറ്റി ചെയ്യുന്നോടം വരെ നമുക്കിങ്ങനെ പോകാം. പ്രൈസ് ദി ലോർഡ്. കാരണം എന്ത് നമുക്ക് നിയമമായി എഴുതി കൈ കിട്ടിയോ അതിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകൾ ഉണ്ടാകുമെങ്കിലും ബൈബിളിൽ നിന്ന് വരെ ഒരു തെറ്റ് സംഭവിച്ചിട്ടില്ല. ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കും ടൈപ്പിംഗ് മിസ്റ്റേക്കും ഒക്കെ അത് മനുഷ്യൻ്റെ കൈ കൊണ്ട് പിടിക്കുന്ന പണിയല്ലേ, അതിനകത്ത് വന്നേക്കാം. പക്ഷേ ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടതിനൊന്നും മാറ്റമില്ല കേട്ടോ, സ്തോത്രം. അതുകൊണ്ട് ധൈര്യമായിട്ട് ദൈവത്തോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ തന്നെ ഇത് പ്രാർത്ഥിച്ചോ, ഒരു കുഴപ്പമില്ല. ആ ഒരു കാര്യം പറഞ്ഞ് നിങ്ങളെ നരകത്തിൽ കൊണ്ടിടുകയില്ല. കാരണം നിങ്ങൾ ഈ അന്ത്യകാലത്ത് ദൈവസന്നിധി നിൽക്കുന്നുണ്ടല്ലോ, അതുതന്നെ ദൈവത്തിന് അത്ഭുതമായിട്ട് മാറിയിരിക്കുക. മനുഷ്യപുത്രൻ്റെ വരവെങ്കിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നാണ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ അന്ത്യകാലത്ത് ദൈവസ്നേഹം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ദൈവം മുൻപാകെ നിൽക്കുന്ന ഒരു ദൈവമനുഷ്യയായി നിങ്ങൾ നിൽക്കുന്നെങ്കിൽ അതാണ് ദൈവത്തിന് ഏറ്റവും വലിയ സന്തോഷം. പ്രാർത്ഥിക്കാം ദൈവസന്നിധിയിൽ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രൻ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്ത് വരികയാണ്. കർത്താവേ, കഴിഞ്ഞ ചില നാളുകളായി അങ്ങനെ ഒരു ചിന്ത, ഭാരം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. കർത്താവേ, അങ്ങയോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ പലപ്പോഴും അങ്ങേക്ക് വേദനിപ്പിക്കുന്നതാണോ എന്ന രീതിയിൽ ഒരു ചിന്താഭാരം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. കർത്താവേ, എന്നാൽ നിൻ്റെ വചനത്തെ എന്തെഴുതിയിരിക്കുന്നു അതുപോലെ ആണ് അവർ സംസാരിക്കുന്നത്. ഒരിക്കലും അത് ബഹുമാനം കുറച്ചല്ല, ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണെന്നുള്ളത് കാര്യം കർത്താവെ അങ്ങേക്കും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, ഈ പ്രിയപ്പെട്ടവരുടെ അവരുടെ ഹൃദയഭാരം ഇതോടെ മാറട്ടെ. കർത്താവെ, ശക്തമായ ദൈവത്തിനോട് നിൽപ്പാൻ, അനേകർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരയാൻ, തല മുഴുവനും കണ്ണുനീരും ഹൃദയം മുഴുവനും ആത്മഭാരവും നൽകി ദൈവം അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥനാ ജീവിതം വർദ്ധിക്കട്ടെ. മണിക്കൂറുകൾ കണക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ ദൈവർക്ക് പ്രത്യേക കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രാർത്ഥന ഞാൻ കേട്ട നന്ദി യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയരെ, അതുകൊണ്ട് ആ ഒരു വിഷമം നിങ്ങളുടെ ഹൃദയത്തിൽ വേണ്ട. നിങ്ങൾ ദൈവവചനം വായിക്കുമ്പോൾ എങ്ങനെ വായിക്കുന്നു അതുപോലെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനും ദൈവം കൃപ നൽകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.